പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനന്തപുരിയിലുള്ള എല്ലാവരും കോടതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നിട്ട് കോടതി കേസ് ആരംഭിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ അനിയെയാണ് ചോദ്യം ചെയ്യുന്നത്. ആ സമയത്ത് അനാമിക പറഞ്ഞ കാര്യങ്ങളനുസരിച്ച് അനിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. നീ ഭാര്യയെ അടിക്കാറുണ്ടോ? ഭാര്യയെ അടിക്കുന്നവനെന്നാണല്ലോ പരാതി നൽകിയിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാൻ ഭാര്യയെയോ ഒരു പെൺകുട്ടികളെയോ അടിക്കാറില്ല, ആരെയും ഞാൻ അടിക്കാറില്ല. പിന്നെ ഇവളെ അടിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് എൻ്റെ മുത്തശ്ശനെ, ഇത്രയും വലിയ തലപ്പത്തിരിക്കുന്ന മഹാനായ നല്ല മനസ്സിനുടമയായ എൻ്റെ മുത്തശ്ശനെ തേജോവധം ചെയ്യുന്ന രീതിയിലുള്ള സംസാരം ഉണ്ടായപ്പോഴാണ് എനിക്ക് പ്രതികരിക്കേണ്ടി വന്നത്. അത് ആർക്കായാലും സഹിച്ചു നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടായിനി. അങ്ങനെ പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഒക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. പിന്നീട് ദേവയാനിയുടെ അടുക്കലേക്കാണ് ചോദ്യവുമായി എത്തിയിരിക്കുന്നത്. അങ്ങനെ ദേവയാനിയോട് ചോദിക്കുന്നുണ്ട്, അല്ല, നിങ്ങൾക്ക് ആദ്യം ഒക്കെ മരുമകളെ ഇഷ്ടമായിരുന്നു എന്നും പിന്നീട് മരുമകളും മകനും ഒക്കെ പറഞ്ഞത് കേട്ട് മാറുകയായിരുന്നു എന്നും അതിനുശേഷം തന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് എന്നാണല്ലോ അനാമിക പറഞ്ഞിരിക്കുന്നത്. അവളോട് നിങ്ങൾ ജോലി ചെയ്യാൻ പറയുകയും ജോലി എടുപ്പിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, സാറിനോട് ഇവൾ വേറൊരു സത്യം പറഞ്ഞിരുന്നോ? എന്ന് മുതലാണ് ഞാൻ മാറിയത് എന്നുള്ളത് ആ സത്യം അവൾ തുറന്നു പറഞ്ഞിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇതെന്താ കോടതിയോട് തിരിച്ച് നിങ്ങൾ ചോദ്യം ചോദിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും കോടതിയോട് തിരിച്ച് ചോദ്യം ചോദിക്കുകയല്ല. ഞാൻ മാറാനുണ്ടായ, എൻ്റെ സ്നേഹം നഷ്ടപ്പെടാനുണ്ടായ കാരണത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ആദ്യമൊക്കെ ഇവളെ വളരെയധികം സ്നേഹിച്ചിരുന്നു. അത്തരത്തിലായിരുന്നു ഞങ്ങളെയൊക്കെ കബളിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇവൾ വന്ന സമയത്ത് ഇവളെ ഇഷ്ടപ്പെട്ട് മാലയൊക്കെ സമ്മാനമായിട്ട്, സ്വർണ്ണമാല 22 പവൻ 25 പവൻ വരുന്ന സ്വർണ്ണമാല ഇവൾക്ക് സമ്മാനമായി കൊടുത്തിട്ട് അത് ഒരിക്കൽ മോഷണം പോയി എന്ന് പറഞ്ഞിട്ട് നിലവിളിച്ച് കരയുകയായിരുന്നു. അതിനെൻ്റെ സ്വന്തം മരുമകളെയും മരുമകളുടെ വീട്ടുകാരെയും ഇവർ കളിയാക്കി കള്ളന്മാരാക്കി ചിത്രീകരിച്ച് പോലീസ് സ്റ്റേഷനിൽ വരെ കയറ്റിയിരുന്നു. പക്ഷേ അന്ന് അത് യഥാർത്ഥത്തിൽ നടന്നത് എന്താണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയില്ല. അന്ന് ഇവൾ തന്നെ ആ മാല മോഷ്ടിച്ച് അച്ഛന് കൊടുത്തിട്ട് അച്ഛന് വിൽക്കാൻ കൊടുക്കുകയായിരുന്നു. അച്ഛനാണെങ്കിൽ പലരുടെയും അടുക്കൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടും നാട്ടുകാരെയും ഒക്കെ പറ്റിച്ച് ജീവിക്കുന്ന ഒരാളാണ് എന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത്. അയാൾക്ക് കൊണ്ടു കൊടുക്കുകയായിരുന്നു. എന്നിട്ട് എൻ്റെ മരുമകളെ കളിയാക്കുകയായിരുന്നു. ആ ഒരു പ്രവർത്തനം അവിടെ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വന്തം ഭർത്താവിനെ ചതിക്കുകയുമാണ് ചെയ്തത്. അനന്തപുരിയിലേക്ക് പണവും സ്വത്തും മോഹിച്ചാണ് വന്നത് എന്നുള്ളതും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. പിന്നീട് സാറിനോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഞാനിന്ന് എൻ്റെ മരുമകളുടെ ത്യാഗം കൊണ്ട് ജീവിക്കുന്ന ഒരു പെണ്ണാണ്. എൻ്റെ മരുമകൾ തന്ന കരൾ കൊണ്ടാണ് ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത്. ആ കരൾ നഷ്ടപ്പെടാൻ കാരണവും ഇവളാണ്. ഞാൻ കുടിക്കാൻ വെച്ചിരിക്കുന്ന പാലിൽ വിഷം കലർത്തിയത് ഇവളായിരുന്നു. അത് അവിടുത്തെ മരുമകളുടെ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി ചെയ്ത കാര്യം ഞാൻ വന്ന് കുടിച്ചിട്ട് എനിക്കത് സംഭവിക്കുകയായിരുന്നു. മരണക്കിടക്കയിൽ നിന്നും രക്ഷപ്പെടുത്തി എന്നെ ഇങ്ങോട്ടെത്തിച്ചത് എൻ്റെ മരുമകളാണ്. അന്ന് ഞാൻ എൻ്റെ മരുമകളെ അംഗീകരിക്കുകയോ മരുമകളെ സ്നേഹിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടും അവളുടെ മനസ്സിലെ നന്മ കൊണ്ട് അവൾ എന്നെ സഹായിക്കുകയായിരുന്നു. അത് ഞാൻ പോലും അറിയാതെ പിന്നീടാണ് ആ സത്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയത്. അനാമികയാണ് വിഷം തന്നത് എന്നും തൻ്റെ മരുമകളാണ് എനിക്ക് കരൾ തന്നത് എന്നുള്ളതും പിന്നീടൊരു സത്യം ഞാൻ മനസ്സിലാക്കിയതിന് ശേഷമാണ് അനാമികയെ ഞാൻ വെറുത്തു തുടങ്ങിയത്. അതിനു മുമ്പേ എൻ്റെ മരുമകളെ വെറുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവൾ അവിടെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ എൻ്റെ മകൻ്റെ കല്യാണം അത്തരത്തിലുള്ളതായതുകൊണ്ട് തന്നെ എനിക്ക് ആ സമയത്ത് അത് വിശ്വസിക്കാതിരിക്കാനും പറ്റിയില്ല. ഏതായാലും ഞാൻ വിശ്വസിച്ച സമയത്തൊക്കെ എന്നെ ഇവൾ മുതലെടുക്കുകയായിരുന്നു. പണമായിട്ടും സ്വർണമായിട്ടൊക്കെ എൻ്റെ കയ്യിൽ നിന്നും ഓരോന്നും നേടിയെടുത്തിട്ടുണ്ട്. എൻ്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല, സ്വന്തം ഭർത്താവിൻ്റെ പോക്കറ്റിൽ നിന്ന് വരെ അടിച്ചു മാറ്റുന്ന സ്വഭാവം ഇവൾക്കുണ്ടായിരുന്നു. എന്നിങ്ങനെയുള്ള എല്ലാ സത്യങ്ങളും ദേവയാനി കോടതിക്കുള്ളിൽ തുറന്നു പറയുകയാണ്. ഇത് കേട്ടിട്ട് ആകെ ജഡ്ജി അമ്പരന്ന് നിൽക്കുകയാണ്. നമ്മുടെ നവീന് കാര്യത്തെക്കുറിച്ച് കോടതിയോട് പറയുന്നുണ്ട്. ഇപ്പോൾ പ്രതിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ആരാണ് പ്രതിയെന്നും അവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്നും എൻ്റെ കക്ഷികളെ ഇവർ കരിവാരി തേക്കാൻ നോക്കുകയാണ് എന്നുള്ളതും, അതുപോലെ തന്നെ പ്രതിക്കൂട്ടിൽ ഇവർ ഓരോ മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് പ്രതിയാക്കാൻ നോക്കുകയാണ് എന്നുള്ളതും ബഹുമാനപ്പെട്ട കോടതിക്ക് മനസ്സിലായില്ലേ? ഇതിനും വലിയ തെളിവുകൾ എന്താണ് സാറിന് വേണ്ടത്? അവർക്ക് വിഷം കലക്കുന്ന വീഡിയോ അവരുടെ അനന്തപുരിക്കാർ അവിടെ ആ ഒരു വീട്ടിൽ നിന്നുള്ള CCTV ഫുട്ടേജിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഇതും കൂടെ കോടതി കണ്ടു കഴിഞ്ഞാൽ വ്യക്തമായിട്ടും തെളിവുകളോടുകൂടെ ബോധ്യപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് നവീൻ അവിടെ വാദിക്കുകയാണ്. അങ്ങനെ
അനാമികയ്ക്ക് എതിരായിട്ട് ആ വിധി മാറുകയാണ്. അനന്തപുരിക്കാരെ കൊടുക്കാൻ വന്ന അനാമികയുടെ വീട്ടുകാരാണ് കുടുങ്ങാനും ജയിലിലേക്കും പോകുന്നത്.